ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉള്ളത് മുസ്ലിഹാണ്. മുസ്ലിഹ് ഞങ്ങൾ 3 ആളുകളും ഒപ്പം പഠിച്ച ആളുകളാണ്. 4ാം ക്ലാസ്സിന് ശേഷം 5 മുതൽ 10 വരെ 10 വരെയാണ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന മുസ്ലിം 9 വരെ. ഞാൻ 10 കഴിഞ്ഞ് +2 ഞങ്ങളൊപ്പരായിരുന്നു. +2 സയൻസ് 2 ആളും ഒപ്പം ഉണ്ടായിരുന്നു. അബുലാല +2 വിത്ത് ഡിഗ്രി വേറെ പുറത്തായിരുന്നു. ഇൻഷാ അല്ലാഹ് മുസ്ലിഹിൻ്റെ കൂടെയാണ് ഇന്ന് നമ്മളെ ഇന്റർവ്യൂ പോഡ്കാസ്റ്റ്. മുസ്ലിഹ് ഞങ്ങളെ കൂടെ പഠിച്ചു. അതിനുശേഷം +2 ശേഷം CA കയറി. CA ഇപ്പോൾ 3 ദിവസം മുമ്പിലെ 3 ദിവസം മുമ്പാണ് റിസൾട്ട് വന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല 6 മാസം കൊണ്ട് ഹാഫിളാണ്. അതാണ് നമ്മളെ മെയിൻ ഒരു സാധനം. ഇൻഷാ അല്ലാഹ് മുസ്ലിഹ് നമ്മളോട് ഖുർആനെ കുറിച്ച് സംസാരിക്കും, CA പാസ്സായതിൻ്റെ ഒരു റൂട്ടിനെ കുറിച്ച് സംസാരിക്കും, അതേപോലെ അവരുടെ എക്സ്പീരിയൻസുകളെ കുറിച്ച് സംസാരിക്കും, ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് സംസാരിക്കും. ഇതൊക്കെയാണ് നമ്മളൊരു എപ്പിസോഡിൽ ഉണ്ടാകുന്നത്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് കടക്കാം. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഖുർആനെ കുറിച്ച് തന്നെ സംസാരിച്ച് തുടങ്ങാൻ തോന്നുന്നുണ്ട്. അതായത് നമ്മൾ എപ്പോഴും ഈ ഒരു CA പാസ്സായി എന്ന് പറയുമ്പോഴും നമ്മൾ ഖുർആനെ തന്നെയാണ്, ഖുർആൻ പഠിച്ചു എന്നുള്ളതാണ് അതിൻ്റെ സെൻട്രൽ പോയിന്റ് ആയിട്ട് കാണുന്നത്. തീർച്ചയായും. ഖുർആനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഫസ്റ്റ് ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. 2ാം ക്ലാസ് 2ാം ക്ലാസ് കഴിഞ്ഞു. 3ാം ക്ലാസ്സിലേക്ക് ജയിച്ച ഉടനെയാണ് രക്ഷിതാക്കൾ ചോദിക്കണു ഖുർആൻ പഠിക്കല്ലേ. സ്വാഭാവികമായിട്ടും ഖുർആൻ എന്ന് പറയുമ്പോൾ ആ സമയത്ത് നമ്മള് ഖുർആൻ പഠിക്കാന്ന് പറയുമ്പോൾ എന്തായാലും പറ്റൂല എന്ന് നമ്മളെന്തായാലും പറയല്ലോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ചലഞ്ച് എന്ന് വെച്ചാൽ വീട്ടിലേക്ക് പോയി വരാൻ പറ്റുന്നൊരു അടുത്തുള്ള സ്ഥാപനമായിരുന്നില്ല. ഹോസ്റ്റലിൽ നിൽക്കണമായിരുന്നു. അങ്ങനെ കുറേ ഹോസ്റ്റൽ അന്വേഷിച്ച് അങ്ങനെ അവസാനം ഇടവണ്ണയുള്ള ഒരു ജാമിയ നദിവ എന്ന സ്ഥാപനത്തിൽ എത്തിച്ചേരാണ് ഉണ്ടായത്. നിങ്ങളൊക്കെ ഹോസ്റ്റലിൽ ആയതുകൊണ്ടാണ്. സ്വാഭാവികമായിട്ട് ഹോസ്റ്റലിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ ഭയങ്കര ആവേശവും അവിടെ എത്തിയിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പോണ തലേന്നൊക്കെ എല്ലാവരോടും പറഞ്ഞിരുന്നു ഇനി ഒരു 2 മാസം കഴിഞ്ഞിട്ടേക്കും എന്തായാലും ലീവിനൊന്നും വരില്ല, അവിടെ നിൽക്കേക്കും ഉണ്ടാകാം. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ചെറുപ്പപ്രായമാണ്. 3ാം ക്ലാസ് എന്ന് പറയുമ്പോൾ സാധാരണ ഇവിടെ ഇഫ്ള് സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്നത് തന്നെ 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് 5ലേക്കുള്ള 2 മുതലുണ്ട്. അവിടെ എന്ന് വെച്ചാൽ ഈ ക്ലാസിന്റെ ഒരു ബേസിലല്ല അവിടെ എടുക്കണത്. ആർക്കും വരാന്നുള്ളതാണ്. അതെ, അതിലെന്താ വെച്ചാൽ ഒന്നാമത് ഇഫ്ള് മാത്രമുള്ള ഒരു സ്ഥാപനമായിരുന്നു, സ്കൂളില്ലായിരുന്നു. അപ്പോൾ പല ഏജിലുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് പഠിക്കണുണ്ടായി. അങ്ങനെ 3ാം ക്ലാസ്സിലേക്ക് അവിടെ ചേർന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ഹോസ്റ്റലിന്റെ രുചി നമുക്ക് മനസ്സിലായി. എന്താ വെച്ചാൽ അവിടെ നിൽക്കാൻ പറ്റിയില്ല. രക്ഷിതാക്കളോട് പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ ഞാൻ ഇഫ്ള് പഠിച്ചോളാം, ഖുർആൻ പഠിച്ചോളാം, പക്ഷേ നിങ്ങൾ വൈകുന്നേരം എന്ത് ചെയ്യണം, നിങ്ങളുടെ അടുത്തേക്ക് വരണം, വീട്ടിലേക്ക് വരണം എന്നുള്ളത്. ഉണ്ട് അത്യാവശ്യം. ഒരു 20 കിലോമീറ്റർ ഒക്കെ ഉണ്ടാകും കറക്റ്റ് അല്ലെങ്കിലും. അങ്ങനെ വീണ്ടും ഫുള്ള് കരച്ചിലും വീട്ടിലേക്ക് വിളിച്ചു പറയലും എന്തായാലും അവിടെ തുടരാൻ കഴിയൂലെന്ന് തോന്നി. അതിൻ്റെ അടുക്കാണ് ഒരു ചാടിപ്പോവൽ നടത്തിയിട്ടുണ്ട്. എന്താ വെച്ചാല് രക്ഷിതാക്കളോട് തന്നെ പറയും, അവര് മാക്സിമം ഇവിടെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമല്ലോ. അപ്പോൾ ഒരു ദിവസം അവിടെ എങ്ങനെ സിസ്റ്റം എന്ന് വെച്ചാൽ ഉച്ചക്ക് ഉറങ്ങണം. അല്ല, രാവിലെ തുടങ്ങും, സുബഹിക്ക് ശേഷം തുടങ്ങും ഇഫ്ള്. പിന്നെ നാസ്ത വരെ ഒരു ടൈം ഉണ്ടാകുക. അതിനുശേഷം ളുഹർ വരെ ഒരു സമയം ഉണ്ടാകും. ളുഹറിന് ശേഷം ഉറക്കാണ്. ഉറക്കിന് ശേഷം വൈകുന്നേരം കളി. അതിനുശേഷം മഗ്‌രിബിന് ശേഷം ഇഫ്ള് ഇതാണ്. അപ്പം രാത്രിത്തെ ഈ ഇഫ്ളിന് ഉറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഉച്ചക്കത്തെ നിർബന്ധമാണ് ഉറക്കം എന്നുള്ളത്. അപ്പം എങ്ങനെ പോകാന്നുള്ളത് കുറച്ച് ദിവസത്തെ പ്ലാനിങ് ഉണ്ടായിരുന്നു. ആരും കാണരുത് പ്രശ്നമാണ്. അപ്പോൾ ഈ അങ്ങനെ തീരുമാനിച്ചെന്താ വെച്ചാൽ ഉച്ചക്ക് എന്തായാലും എല്ലാവരും ഉറങ്ങിയേക്കും, ഉസ്താദും ഉറങ്ങിയേക്കുണ്ടാകുക. അപ്പോൾ ഉസ്താദ് എപ്പോഴാണ് ഉറങ്ങുക വെച്ചാൽ എല്ലാവരും ഉറങ്ങിയെന്ന് കൺഫേം ചെയ്തതിന് ശേഷമാണ് ഉറങ്ങുണ്ടാകുക. അപ്പോൾ ഉറങ്ങിയ പോലെ അഭിനയിച്ച് അതിൽ വേറെന്ന് വെച്ചാൽ ഈ കുടിവെള്ളം കുറച്ച് അപ്പുറത്ത് ഒരു സ്ഥാപനത്തിലുണ്ടായി. അപ്പോൾ എങ്ങനെ പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ ഒരു ക്ലാസ് കൈ പിടിച്ച്, അഥവാ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ വെള്ളം കുടിക്കാൻ പോവുകയാണെന്നുള്ളത് പറയാമെന്ന് വിചാരിച്ച് അത് കയ്യിലെടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ എല്ലാവരും മറ്റ് കോളേജ്, ഇത് ഇഫ്ള് സ്ഥാപനം മാത്രമല്ല, മറ്റു പല കോളേജുകളും വലിയൊരു സ്ഥാപനമാണ്. അപ്പോൾ ക്ലാസ് കയ്യിലെടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോയി.
ചുറ്റും ഒക്കെ നിരീക്ഷിച്ച് ആരും കാണുന്നില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ എന്ത് ചെയ്ത് ഗേറ്റ് ചാടി. എനിക്കെന്താ വെച്ചാല് ബസ് കയറാനൊന്നും അറിയില്ല. വീട്ടിൽ നിന്ന് ആകെ അറിയേണ്ട ഓട്ടോറിക്ഷ പോകാനാണ്. നമ്മള് പിന്നെ അങ്ങാടിയിലൊക്കെ സാധനം വാങ്ങാൻ പോയി അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിൽ പോകാന്നുള്ള ആ രൂപം ഉണ്ടായി. അങ്ങനെ അവിടെ എത്തി. പിന്നെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോയി. അവരോട് പറഞ്ഞ് കൊടിയത്തൂര് അപ്പോൾ ഓൽക്ക് എന്ത് കൊടിയത്തൂര് ചെറിയ ചക്ക പിന്നെ ഈ നേരത്തും മൂപ്പർക്ക് പിടികിട്ടി. അപ്പൊ എന്നോട് ചോദിച്ചാൽ എങ്ങനെ പൈസ എങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ എത്തിയിട്ട് പാപ്പ തന്നോളൂ. അപ്പൊ എന്നായിക്കൂടെ കയറുന്നു. അപ്പൊ ഭയങ്കര സന്തോഷം. ആരും കണ്ടിട്ടില്ല, മൂപ്പര് എന്തായാലും ആക്കി തരുന്നുണ്ട്. അങ്ങനെ മൂപ്പര് കയറി നേരെ ഗേറ്റിന്റെ ഉള്ളിൽ കയറ്റി അവിടെ എത്തി. അപ്പോഴത്തേനും എന്താ ചെയ്ത് അവിടെ എല്ലാവരും അറിഞ്ഞു കുട്ടിനെ കാണില്ല എന്നുള്ളത്. അവിടെ ഒരു പിന്നെ ഡിസ്കഷൻ തുടങ്ങി. അങ്ങനെ അവിടെ എത്തി. പിന്നെ മൂപ്പര് ഭദ്രമായിട്ട് അവിടെ തന്നെ അപ്പോഴത്തേനും പിന്നെ വീട്ടിലേക്ക് വിളിച്ച് അറിയിക്കുകയും പിന്നെ രക്ഷിതാക്കൾ വന്ന് കൊണ്ടുപോയി. അന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. പിന്നെ ഒരാഴ്ച പിന്നെ വിട്ട് നിൽക്കാനുള്ള അനുവാദം നിന്ന്. പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ് പിന്നെയും പോയി. രണ്ടാം ക്ലാസ്സിൽ തന്നെ പിന്നെയും പോയി. 2ാം ക്ലാസ്സിൽ നിന്ന് പിന്നെ ചാടിയതിന് ശേഷം ഒന്ന് പിന്നെ വീട്ടിൽ നിന്നിട്ട് ഒന്ന് പോയിരുന്നു. പിന്നെയും ഇതന്നെ പ്രശ്നം, ഹോം സിക്നസിന്റെ ഒരു പ്രശ്നം വന്നോണ്ട് ഉസ്താദ് പറഞ്ഞു കൊണ്ടുപോയിക്കോളൂ, ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഒന്നാമത് വെച്ചാൽ അവിടെ ബാക്കിയുള്ള എല്ലാ കുട്ടികളും 4ാം ക്ലാസ് 5ാം ക്ലാസ് മുതൽ വന്ന കുട്ടികളാണ്. 5ന് മുകളിലുള്ള കുട്ടികളാണ്. ഞാൻ മാത്രമേ ഏറ്റവും ചേർത്തുള്ളൂ. അപ്പോൾ പിന്നെ ഉസ്താദ് തന്നെ പറഞ്ഞ് കൊണ്ടുപോയിക്കോളൂ, ഇനിയിപ്പോൾ അത്ര താല്പര്യമാണെങ്കിൽ 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി കൊണ്ടുവരുന്നുള്ളൂ എന്നുള്ളത്. അങ്ങനെയാണ് പിന്നെ അവിടെ നിർത്തി വീണ്ടും നമ്മൾ സാധാ സ്കൂളിലേക്ക്. 4 വരെ പിന്നെ ആ ഒരു ജേണി ഇല്ല, അതായത് ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ല. പിന്നെ മദ്രസകളിൽ പോവാന്നുള്ളത്. പിന്നെ പള്ളിയിലെ ഉസ്താദ്മാരുടെ അടുത്ത് ഇങ്ങനെ വൈകുന്നേരങ്ങൾ ഒഴിവിട്ടുമ്പോൾ പോകാൻ പ്ലാൻ ചെയ്തു. 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ പിന്നെ രക്ഷിതാക്കൾ തിരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്ന ഒരു ഉറപ്പാണ് 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്തായാലും പോവാന്നുള്ളത്. അങ്ങനെ 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോയി. അള്ളാഹിന്റെ അപാരമായ അനുഗ്രഹത്താൽ 6 മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്ന് പറയുമ്പോൾ ഈ 6 മാസം എല്ലാവർക്കും എന്താ പറയുക, എന്നിങ്ങനെ ഈ 6 മാസം കൊണ്ട് പഠിക്കുക എന്നുള്ളൊരു പിന്നെ ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. അതിൽ ഞാൻ കണ്ടൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഈ ഹിഫ്ള് പഠിക്കുന്നതിന് മുന്നേ തന്നെ ഖുർആൻ എവിടെ നിന്ന് നോക്കി ഓതാൻ ചോദിച്ചാലും എനിക്ക് ഓതാൻ പറ്റുന്നു എന്നുള്ളത്. അത് മദ്രസയിൽ നിന്നും മറ്റ് പിന്നെ പള്ളികളിലെ ഉസ്താദന്മാരുടെ അടുത്തു നിന്നൊക്കെ പഠിച്ചൊരു പിന്നെ ബെനിഫിറ്റ് കൊണ്ടാണ്. അങ്ങനെ പിന്നെ 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ആക്കി. ആ വർഷം അവിടെ കംപ്ലീറ്റ് ആക്കി. പിന്നെ അവിടുത്തെ സിസ്റ്റം എന്താ വെച്ചാൽ ഹാഫിളായി കഴിഞ്ഞാൽ ആ കൊല്ലം പോകണം. ദൗറ മീൻസ് ആ ഇയറിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കാം. അടുത്തൊരു ദൗറ എന്ന് പറഞ്ഞിട്ട് വെറുതെ നിൽക്കുന്നില്ല. പിന്നെ ഹിഫ്ള് മാത്രമുള്ള ഒരു സ്ഥാപനം കൂടിയാണ്. അങ്ങനെ പിന്നെ ഹിഫ്ള് കംപ്ലീറ്റ് ആക്കി മുന്നോട്ട് നിൽക്കുമ്പോഴാണ് ഇത് ഹിഫ്ളും മുന്നോട്ട് കൊണ്ടുപോകണം. ഹാഫിളായനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആദ്യത്തെ ബാധ്യത എന്നുള്ളത് മറക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ രണ്ടും ഒന്നും കൂടെ പിന്നെ സമന്വയിപ്പിച്ച് കൊണ്ടുപോകുന്ന ഭൗതികമായ വിദ്യാഭ്യാസം വേണം, ഹിഫ്ളും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് ഇങ്ങനെ നോക്കിയപ്പം കുറേ അന്വേഷിച്ചപ്പോൾ അവസാനം കണ്ടെത്തിയൊരു സ്ഥാപനമാണ് സ്കൂൾ ഓഫ് ഖുർആൻ സയൻസ് ചേന്നമംഗലൂർ. നമ്മൾ ഒരുമിച്ച് കണ്ടെത്തുന്നുണ്ട്. അതാണ് പിന്നെ ഒരു ഖുർആൻ്റെ ജേണി എന്നുള്ളത്. സ്കൂൾ ഓഫ് ഖുർആൻ സയൻസിലെത്തി. സ്വാഭാവികമായിട്ടും ഹിഫ്ള് പിന്നെ അതിലൊരു കണ്ടിട്ടില്ല, പിന്നെ വന്നപ്പോഴാണ് കാണുന്നത്. അതെന്താ വെച്ചാല് അത് ചോദിച്ചപ്പോൾ പിന്നെ ഓർക്കണേ കെ സി മൊയ്തീൻ സാഹിബിനും കെ സി മുഹമ്മദ് അലി സാഹിബിനൊക്കെ ഈ സമയത്ത് ഓർക്കാണ്. കാരണം പിന്നെ എല്ലാവരും ക്യാമ്പിലൂടെയും എക്സാം ഒക്കെ എഴുതിയിട്ടായിരുന്നു അവിടെ സെലക്ഷൻ കിട്ടിയിരുന്നത്. ഞാൻ ഹാഫിളാണ്, 2 ഖുർആനായി തോതിച്ച് പിന്നെ പോന്നോട്ടെ എന്നുള്ള രീതിയിൽ ഇരു കൈയും പിന്നെ നീട്ടി സ്വീകരിക്കാനുണ്ടായത്. അങ്ങനെ പിന്നെ ഈ ഹാഫിളായ ഉടനെ എല്ലാവരും പിന്നെ അത്ര പെർഫെക്റ്റ് ആവില്ല, ഓർമ്മ അത്ര ഉണ്ടാവില്ല. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ജാമ്യയിൽ തന്നെ പിന്നെ ഒരു അറബി വന്ന്. അപ്പോൾ ഒരു അറബി വന്നിട്ട് സ്വാഭാവികമായിട്ടും 6 മാസം കൊണ്ട് ഹാഫിളായാണ്. എല്ലാവർക്കും ഭയങ്കര കൗതുകം. മൂപ്പര് തഹരീമിലൊരു ആയത്ത് വെച്ചു. തഹരീമിലായത്ത് ഞാൻ അങ്ങനെ അവിടെ തുടങ്ങി നേരെ വക്കറെ കിടന്നു. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അറബിക്ക് മനസ്സിലായിണ്ടാവും. അപ്പോൾ അറബി ഇങ്ങനെ പേഴ്സണൽ എടുത്തിട്ട് നാട്ടിലൊരു 50 റുപ്യ. അപ്പോൾ പിന്നെ അതായിരിക്കും എല്ലാവരുടെയും അവസ്ഥ. പിന്നെ പൊതുവെ അങ്ങനെയാണ്. ഹാഫിളായ ഉടനെ തന്നെ നല്ല ഓർമ്മ ഉണ്ടാവണമെന്നില്ല. പിന്നെ നമ്മളെന്ത് ചെയ്യണം, റിക്കവർ ചെയ്ത് 6 മാസം കൊണ്ട് പഠിക്കുമ്പോൾ തന്നെ ഈ ദൗറ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യലുണ്ടോ? പിന്നെ അല്ല, പുതിയ പാഠം മാത്രമല്ല, അവിടെ സബക്ക് പാര മുഖ്ത അങ്ങനെയാണ് പുതിയ പാഠമായ പാഠം എന്നുള്ളത്. സബക്ക് എന്ന് പറഞ്ഞാൽ പുതിയതായി പഠിക്കുന്ന സാധനം.
സബക് പാര എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ജുസ് ആണോ പഠിക്കണത് ആ ജുസ് ആദ്യം മുതൽ ചൊല്ലി കൊടുക്കുക എന്നുള്ളത്. മുഖ്ത എന്ന് പറഞ്ഞാൽ പഴയത് പഠിച്ചത് ചൊല്ലി കൊടുക്കുക എന്നുള്ളത്. പലയിടത്തും പല സിസ്റ്റം. അത് പേര് എന്ന് വെച്ചാല് നമ്മള് മലയാളികളെല്ലാം ഉസ്താദ്മാരെങ്കിലും ഓല പേര് ഉപയോഗിച്ചിട്ടേക്കും. എനിക്ക് മലയാളി ഉസ്താദായിരുന്നു. അല്ലല്ല മലയാളികളും ഉപരി കുറെ കാലമായി ഇവിടെ പിന്നെ മലയാളം അറിയുന്ന ഒരു ഉസ്താദാണ്. അപ്പൊ ഈ ഇഫ്ലില് അതിൽ തിരിച്ചു വരാം. അതിൽ ഇഫ്ല് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ദിവസം, അപ്പൊ എല്ലാവർക്കും കൗതുകം ഉണ്ടാവും, ഒരു ദിവസം ഏറ്റവും കൂടുതൽ പഠിച്ചത് എത്രയാണെന്നുള്ള ചോദ്യം ഉണ്ടാവും. പിന്നെ അത് 15 പേജാണ് ഒരു ദിവസം പഠിച്ചത് ഏറ്റവും കൂടുതൽ. 15 പേജ്. ആദ്യത്തെ 2 മാസം 6 ജുസ് കംപ്ലീറ്റ് ആക്കി. പിന്നെ അമ്മ ജുസും പിന്നെ തബാറക്ക ജുസാണ് ആദ്യം തുടങ്ങി. പിന്നെ ആദ്യം മുതൽ അലിഫ് ലാം മീം മുതൽ അങ്ങനെ ബാക്കിൽ നിന്ന് 2ഉം ആദ്യത്തെ 4 ജുസും അങ്ങനെ 6 ജുസ് കംപ്ലീറ്റ് ആക്കി. ബാക്കി 24 ജുസ് പിന്നത്തെ 4 മാസം. അതിലെന്താ വെച്ചാൽ പിന്നെ എന്ത് അച്ചീവ് ചെയ്യണമെങ്കിലും മുന്നിലൊരു പ്രോത്സാഹന പ്രേരണ ഉണ്ടാവും. അത് പിന്നെ വീട്ടുകാർ പറഞ്ഞതിന് എത്ര പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കണം അത്ര പെട്ടെന്ന് പുറേ പോവാന്നുള്ളത്. അപ്പോൾ പുറേ പോകണം എത്രയും പെട്ടെന്ന് എന്നുള്ള ലക്ഷ്യം കൊണ്ട് തന്നെ പിന്നെ അതിന് കഠിനാധ്വാനം ചെയ്തു. പിന്നെ പ്രാർത്ഥന അതിൽ വലിയൊരു പിന്നെ ഫാക്ടറാണ്. ഇതിപ്പോ ഫസ്റ്റ് ഉപ്പന്റെ തീരുമാനം തന്നെയാണ് അതിൽ ഏറ്റവും വലുത്. പഠിച്ചൊരു അനുഗ്രഹം കൊണ്ട് ഉപ്പ തീരുമാനിക്കാണ് മോനെ ഇഫ് ചെയ്യാൻ. അത് വലിയൊരു നീയത്താണ്. 2ാം ക്ലാസ് കഴിഞ്ഞിട്ട് തന്നെ അവരുടെ ദൃഢനിശ്ചയം കൂടിയാണ്. പിന്നെ അങ്ങനെ 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ആക്കി. പിന്നെ ദൗറക്ക് വേണ്ടിയാണ് കേസിലെത്തുന്നത്. ഈ 18 പേജ് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു ദിവസം നമ്മളിങ്ങനെ വെറുതെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ CA കംപ്ലീറ്റ് ചെയ്ത ആളും കൂടിയാണ്. അപ്പോൾ 18 പേജ് ഒരു ദിവസം പഠിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത്? ഇപ്പോൾ എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ട്, ഒരു മറ്റേ ടൈം പീസൊക്കെ വെച്ചിട്ട് എണീച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഒരു ദിവസം മൊത്തം ഇരിക്കേണ്ടി വരില്ലേ? അതെന്താ വെച്ചാൽ പിന്നെ ആദ്യത്തെ പറഞ്ഞു പിന്നെ 2 മാസം കൊണ്ട് 6 ജ്യൂസാണ് കംപ്ലീറ്റ് ആക്കിയത്. പിന്നെ അത് ഫാസ്റ്റ് ആയിട്ട് അതിന്റെ വേഗത കൂടെ പിന്നെ കുറച്ചുകൂടി കംഫർട്ട് ആവും നമുക്ക്. പിന്നെ ഇതില് ഖുറാനിൽ നമുക്കറിയാം ഏകദേശം പിന്നെ സിമിലർ ആയിട്ടുള്ള വേർഡ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. അധ്വാനമുണ്ട്, അധ്വാനമല്ലാതെ നേടിയെടുക്കാമല്ലോ നമ്മൾ. പിന്നെ സാധാരണ നോർമൽ ടൈമിന് മുന്നേ എണീച്ച് പിന്നെ പഠിക്കാൻ തുടങ്ങി. ലീവിന് പോവാതെ നാട്ടിൽ പോവാതെ പഠിക്കാൻ തുടങ്ങി. പിന്നെ ഉസ്താദ്മാർ തന്നെ ഭയങ്കര സപ്പോർട്ട് തന്ന് പിന്നെ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കി. ആ ഒരു റെക്കോർഡ് അവിടെ അത്രയും മാസം കൊണ്ട് കംപ്ലീറ്റ് ആക്കി. ആ സമയത്തില്ലേ, ഇപ്പോൾ ഉണ്ടോ ഉള്ള അറിയില്ല, 6 മാസം എന്നുള്ളത് അവിടുത്തെ റെക്കോർഡായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കി. പിന്നെ എന്താ വെച്ചാൽ ഈ 15 പേജൊക്കെ ചെല്ലുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ വെച്ചാൽ ജുസ് പാഠത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ ജുസ് പാഠത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ ഉസ്താദ്മാരെ പിന്തുണ കിട്ടി. പിന്നെ ഞാൻ പുതിയ പാഠം ചെല്ലാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പരിഗണന കിട്ടി. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കുറെ പിന്നെ ഫാക്ടേഴ്സ് ഇതിന്റെ പിന്നിലുണ്ട്. അതൊക്കെ പാടെ ചേർന്നപ്പം അൽഹംദുലില്ലാ പിന്നെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയെന്നുള്ളത്. 6 മാസം അല്ലേ? അപ്പൊ അതില് ദൗറ പിന്നീട് അത് മൊത്തം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവിടെ എങ്ങനെ സിസ്റ്റം, അതായത് മൊത്തം ചൊല്ലി കൊടുക്കലാണോ അതെങ്ങനെയാണ് അവിടെ? അത് പിന്നെ കംപ്ലീറ്റ് ആക്കിയ ശേഷം എനിക്കൊരു 2 മാസം കൂടി ബാക്കി ഉണ്ടായുള്ളൂ ആ ഇയർ. അത് അവിടുന്ന് പിന്നെ 2 ഒരു വട്ടം ദൗറ കംപ്ലീറ്റ് ആക്കി. അതിനുശേഷം കംപ്ലീറ്റ് ആക്കി. അതിനുശേഷമാണ് പിന്നെ ഇങ്ങനെ ഒറ്റ ഇരിപ്പിൽ തന്നെ ഫുള്ള് അതുണ്ടോ? അതില്ല, അവിടെ അതങ്ങനെ ഒരു സിസ്റ്റം ഇല്ലേനു, പൊതുവെ കുറവാണ്. പിന്നെ അതിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഖുർആൻ പഠിച്ച് ഇപ്പോൾ 5 മുതൽ 10 വരെയുള്ള ടൈമിൽ അപ്പം നിൽക്കുന്നത്. 5 മുതൽ 10 വരെയുള്ള ടൈമിൽ കാര്യമായിട്ട് എന്തൊക്കെയാണ് മനസ്സിൽ പ്ലാനുകൾ ഉണ്ടായിരുന്നോ? അല്ല +2ക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടോ? അതല്ല ആ ഒരു ഞാനൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ +2 വരെ ഒരു ഡിസൈഡ് ചെയ്യല്ല. 10 വരെ കൂട്ടാം, +2 ഒഴിവാക്കിയിട്ട് 10 വരെ കൂട്ടി കഴിഞ്ഞാൽ ഒരിക്കലും ഓരോ കൺട്രോളുള്ള ഒരു സാധനം അല്ലായിരുന്നു 10 വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ. നമ്മളൊരു സ്കൂളിൽ പോകുന്നു, സ്കൂളിൽ ചിലപ്പോൾ ചൂസ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടാവും, അവിടെ ഇങ്ങനെ എന്താണോ പറയുന്നത് അതിങ്ങനെ പഠിച്ചു പോകലാണ്. അപ്പോൾ അതിലൊക്കെ എനിക്ക് എന്തെങ്കിലും തോന്നിയിരുന്നു, അതായത് +2 കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ലക്ഷ്യങ്ങളെന്ന് വെച്ചാൽ പിന്നെ ആദ്യം ഉണ്ടായിരുന്ന ലക്ഷ്യം പിന്നെ MBBS എടുക്കുക എന്നുള്ളതായിരുന്നു. +2 കഴിഞ്ഞിട്ട് എയിംസ് പോവുക എന്നുള്ള ലക്ഷ്യം ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ അത് സ്വാഭാവികമായിട്ട് സയൻസ് എടുത്ത് സിസ്റ്റേഴ്സ് ഒരാള് ഡോക്ടറാണ്, ഒരാള് പിന്നെ ഹോമിയോ ഫാർമസിയാണ്, ഒരാൾ ടീച്ചറാണ്, ഒരാൾ BTechന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരാൾ 10th-ലാണ്. അങ്ങനെ പിന്നെ 5 പെങ്ങന്മാരും ഒരു ഉമ്മയും വാപ്പയും ആണുള്ളത്. പിന്നെ അങ്ങനെ ലക്ഷ്യം എന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ മാറി നമ്മളെ കാഴ്ചപ്പാടും നിലപാടുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. 10th നല്ല മാർക്കോട് പാസ്സാകാൻ കഴിഞ്ഞു. പിന്നെ +2 സയൻസ് എടുത്തു.
സയൻസ് എടുത്ത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓനെ കൂടി കോച്ചിങ്ങിലൊക്കെ ഞാൻ ഈ +2 നമുക്ക് ഞാൻ പറഞ്ഞില്ലേ +2 വരെ എൻ്റെ കൺട്രോളിലായിരുന്നു. +2 പോലും ഞാൻ സയൻസ് എടുക്കാൻ അത്ര ആഗ്രഹിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ +2 എടുത്ത സമയത്ത് സയൻസ് എടുത്ത സമയത്ത് മുസ്ലിം ഉണ്ട് കൂടെ. അപ്പോൾ മുസ്ലിം എന്നോട് കാര്യമായിട്ട് വന്ന് പറയാണ്, നമുക്ക് ഈ കോച്ചിങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് തന്നെ പോകണം, വേറെ എവിടെയും പോകാൻ പാടില്ല, കോഴിക്കോട് തന്നെ പോകണം. അങ്ങനെ ഞാൻ കോഴിക്കോട് ചേർന്ന്, ഈ മുസ്ലിം ചേർന്നു, ഞാൻ വേറൊരു സ്ഥാപനത്തിനും ചേർന്നു. ഒരാഴ്ച കഴിഞ്ഞാൽ മുസ്ലിമാണ്. അങ്ങനെ ഞാൻ നിർത്തി. അപ്പൊ അതെന്താ വെച്ചാല് ഒന്നാമത് നിർത്താനുള്ള ഒരു കാരണം 5 ദിവസം സ്കൂൾ പോകണം, ബാക്കിയുള്ള ഒഴിവ് ദിവസം അങ്ങോട്ടും പോകണം. നമ്മൾ വെക്കേഷനിലേ തുടങ്ങി, നേരത്തെ തുടങ്ങുമല്ലോ. അപ്പോൾ പിന്നെ ലക്ഷ്യം മാറ്റി MBBS അല്ല, എന്തായാലും അന്ന് മെഡിക്കൽ താല്പര്യമില്ലാതെ വന്നു. മെഡിക്കൽ താല്പര്യമില്ല. +2 പഠിക്കുന്ന സമയത്ത് തന്നെ മെഡിക്കൽ വേണ്ടെന്ന് വെച്ചു. അതെ, അത് വെച്ചാൽ അപ്പം തന്നെ പറഞ്ഞാൽ +1 എനിക്കൊന്നും 2 മാസമൊക്കെ പോയുള്ളൂ. പിന്നെ ഉമ്മയപ്പോൾ ഹജ്ജിന് പോയ സമയത്താണ് ട്യൂഷൻ നിർത്തുന്നത്. അങ്ങനെ പിന്നെ ട്യൂഷൻ നിർത്തി. പിന്നെ അപ്പോഴുള്ളൊരു തീരുമാനമായിരുന്നു എന്തായാലും ഡിഗ്രി PG ആ ലെവലിലേക്ക് പോകണ്ട, എന്തായാലും ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്തിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത്. അങ്ങനെ കുറേ ഡിസ്കഷൻ്റെ ഇടയിൽ പിന്നെ സ്വാഭാവികമായിട്ടും ഈ CA CMA എന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കണേ +1 +2 പ്രത്യേകിച്ച് സയൻസ് വിദ്യാർത്ഥികളാവുമ്പോൾ കൂടി പിന്നെ അവർക്ക് അങ്ങനെ പരിചിതമാവില്ലല്ലോ. അങ്ങനെ കൊമേഴ്സ് വിദ്യാർത്ഥികളാണ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയിരുന്നത്. അവരിങ്ങനെ CMR തന്നെ അവിടെ നിന്ന് പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ പരിചയപ്പെടുത്തിയിരുന്നത് ഇങ്ങനെ CA എന്നുള്ള കോഴ്സിന്റെ ഒപ്പിട്ടാല് പൈസയാണ്. ഒപ്പനാര് പറയുമ്പോ നമ്മള് പിന്നെ റിസൾട്ട് വന്നതിന് ശേഷം ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ പറയുന്നുണ്ടായി തലേന്നാട് വാങ്ങിച്ചാൽ വില കൂടി. അപ്പോ സ്വാഭാവികമായിട്ടും പ്രൊഫഷണൽ കോഴ്സ് CA പിന്നെ എല്ലാവരും പറയും, കൊമേഴ്സ് വിദ്യാർത്ഥികൾ തന്നെ പറയാൻ തുടങ്ങി കിട്ടാൻ നല്ല പണിയാണ്, പാസ് പെർസെൻറ്റേജ് വളരെ കുറവാണ്. അപ്പൊ പിന്നെ തോന്നി ഒന്ന് എടുത്തു നോക്കാം. അങ്ങനെയാണ് ഈ CAയിലേക്ക് എത്തുന്നത്. പക്ഷെ ഇതിൻ്റെ ഒക്കെ പിന്നെ ഇപ്പോൾ 10th ആവട്ടെ +2 ആവട്ടെ അവിടെയൊക്കെ പിന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടെന്ന് വെച്ചാൽ ഖുർആന്റെ ഒരു ബേസ്, ഖുർആൻ പഠിച്ചത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു സഹായം. എന്നുവെച്ചാൽ ഈ CA പഠിക്കുമ്പോൾ ഭയങ്കര ഹെക്റ്റിക്കായി പഠിക്കാൻ കുറേ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ എങ്ങനെയാ ഖുർആൻ ദൗറ ചെയ്യലും ഖുർആനായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ദൗറൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ പിന്നെ KCയിൽ വന്നു. ഞാൻ പറഞ്ഞു ഹാഫിള ഉടനെ തന്നെ അത്ര ക്ലാരിറ്റി ഉണ്ടാവണമെന്നില്ല. പലരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പിന്നെ സ്കൂള് 9-ലോ 10-ലൊക്കെ ആകുമ്പോഴേക്കും ഹാഫിളാ ഉണ്ടാകുക. അപ്പോൾ പിന്നെ +1 +2 എന്നൊക്കെ പറഞ്ഞാൽ ഭൗതികമായ വിദ്യാഭ്യാസം ഭയങ്കര തിരക്ക് പിടിച്ചൊരു സമയമൊക്കെയല്ലോ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഫുള്ളി അങ്ങനെ കോൺസെൻട്രേറ്റ്. എനിക്ക് കിട്ടിയൊരു അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ 5 തന്നെ ഹാഫിളാവാൻ പറ്റി, വലിയൊരു ടൈം പിന്നെ ദൗറയ്ക്ക് വേണ്ടി ചെയ്യാനും പറ്റി എന്നുള്ളത്. അതിൻ്റെ അടുക്കൊന്ന് കംപ്ലീറ്റ് പോയൊരു സന്ദർഭം ഉണ്ടായിരുന്നു. എനിക്ക് എന്താ വെച്ചാൽ സൗണ്ടിനൊരു പ്രശ്നം, തെറാപ്പിയൊക്കെ. അതെന്താ വെച്ചാൽ ഞാനൊന്ന് അവസരം മുതലെടുത്തെന്ന് പറഞ്ഞാൽ രാവിലേക്കും ഇങ്ങനെ സൗണ്ടിന് പ്രശ്നം ഉണ്ടാവും. ആയിക്കോട്ടെ ചെല്ലണ്ടെന്ന് പറയും. അതെന്താ വെച്ചാൽ അപ്പം കുറച്ചൊരു പിന്നെ ഖുർആനുള്ള ബന്ധം പിന്നെ ഓതുന്നത് കുറഞ്ഞിരുന്നു. അത് പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ ഉസ്താദ്മാർ പിന്നെ പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല, നമ്മള് പിന്നെ ഒരുപാട് ഉസ്താദ്മാർ നമുക്ക് നമ്മളെ ബാച്ചിന് വേറെ പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. കുറെ ഉസ്താദ്മാരെ ശിക്ഷണം കിട്ടാൻ ഭാഗ്യം ലഭിച്ചൊരു പിന്നെ ബാച്ച് കൂടിയാണ്. അപ്പോൾ കുറെ ഉസ്താദ്മാരുടെ എഫേർട്ട് മൂലം അൽഹംദുലില്ലാ ഇപ്പം റിക്കവറായി വന്നു. പിന്നെ അൽഹംദുലില്ലാ ഒരു പിന്നെ ഓർമ്മയിൽ ഇപ്പം ഉണ്ട്. അതിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ കൗതുകത്തോടെ നോക്കുന്നൊരു സാധനമാണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ഇരിക്കലാണ്. ഒരു എക്സാമിന് ഇരിക്കുക, എനിക്ക് പോലും +2 കഴിഞ്ഞിട്ടാണെങ്കിലും കൂടുതലായിട്ട് +2 മുമ്പ്. അപ്പോൾ ഇരുന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചെറുപ്പത്തിൽ 2ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ ഇരിക്കാനുള്ള സ്വഭാവമുണ്ട്. അപ്പോൾ 4ാം ക്ലാസ് മുതൽ ഇപ്പോൾ 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇരുന്നിട്ട് തീർത്താണല്ലോ. അത് ഇരുന്ന് ഓതി വായിച്ച് തീർക്കുക. ആ ഒരു സ്വഭാവത്തിലൂടെയാണോ CAയിലേക്കുള്ള ഒരു പ്രോസസ്സിലൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്തത്? അതെ, പിന്നെ എങ്ങനെയാലും പാസ്സാവണം തലേന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്തായാലും കിട്ടുന്ന സാധനമല്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ കുറച്ചുകൂടി പ്ലാൻ ആവണം. ഇപ്പോഴത്തെ ഒരു ഡിസ്ട്രാക്ഷൻ, ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ ഈ ഡിജിറ്റൽ മൊബൈലിൻ്റെ ഒരു ഡിസ്ട്രാക്ഷൻ എന്നുള്ളതിനേക്കും. അപ്പോൾ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എക്സാം ചെയ്തത് CA ഫൈനലാണ്. പിന്നെ അതെങ്ങനെയാണ് അതിനെ നേരിട്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ CA ഫൗണ്ടേഷൻ, CA ഇന്റർ. ആ CA ഇന്റർ കഴിഞ്ഞിട്ട് 3 കൊല്ലത്തെ ട്രെയിനിങ് ആയിരുന്നു മുമ്പ്, ഇപ്പോൾ 2 കൊല്ലമാക്കി ചുരുക്കിയിട്ടുണ്ട്. 4 വർഷം മൊത്തം. ഫസ്റ്റ് അറ്റംപ്റ്റ് കേട്ടാൽ 4.5 വർഷം എന്തായാലും എടുക്കും. ഈ 2 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ഒരു 1/2 കൊല്ലം ആകുമ്പോഴേ നമുക്ക് ഫൈനൽ എക്സാം എലിജിബിൾ ആവുള്ളൂ എഴുതാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇന്റർ കഴിഞ്ഞ് പിന്നെ നമ്മൾ ട്രെയിനിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ഫുൾ ഡിജിറ്റൽ ലാപ്പ്, മൊബൈൽ, നമുക്ക് പിന്നെ പഠിക്കണം എന്നുള്ളൊരു മൂഡില്ലല്ലോ അവിടെ.
പക്ഷേ 2 കൊല്ലം കഴിഞ്ഞിട്ട് എന്തുണ്ട്, ഫൈനൽ എക്സാം പിന്നെയും നമ്മൾ അപ്പിയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ CA ഫൈനൽ വിദ്യാർത്ഥികൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. പിന്നെ ഒരു സ്റ്റഡി മൂഡിൽ നിന്ന് പിന്നെ ഒരു ജോബിൻ്റെ ഒരു മൂഡിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ആദ്യം ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ പിന്നെ നവംബറിലായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. അതിന് മുമ്പ് ജൂണിൽ മുതൽ നമുക്ക് സ്റ്റഡി ലീവ് സ്റ്റാർട്ട് ചെയ്യും. തുടക്കത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു ഈ പിന്നെ മൊബൈലും ഇതൊക്കെ. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഓൺലൈൻ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പിന്നെ ലാപ്പിലേക്ക് അത് ക്ലാസ്സുകൾ മാറ്റി. പിന്നെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഡിജിറ്റലി നമുക്ക് തന്നെ കുറെ പിന്നെ റെസ്ട്രിക്ഷൻ കൊണ്ടുവരാൻ പറ്റും. ഞാൻ ഈ ഡിജിറ്റൽ വെൽബീങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ, എത്ര മണിക്കൂർ ഒരു ദിവസം അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ എന്താ ചെയ്ത്, ഇൻസ്റ്റാഗ്രാം ആവട്ടെ ഫേസ്ബുക്ക് ആവട്ടെ എല്ലാ സോഷ്യൽ മീഡിയ പൊതുവെ ഉപയോഗിക്കുന്ന ബുദ്ധിജീവികൾ പൊതുവെ ഫേസ്ബുക്കിലാണ്. അപ്പോൾ പിന്നെ അതിനൊക്കെ എന്താ വെച്ചാൽ ടൈം ലിമിറ്റ് വെക്കാൻ തുടങ്ങി. മറ്റെന്താ വെച്ചാൽ കുറേ ഉപയോഗിച്ച് നമ്മൾ എടുത്തു വെക്കുന്നുണ്ടാവും. 1 മണിക്കൂറൊക്കെ നമ്മൾ ഇതിന്മേൽ കുത്തിയിരുന്നെന്ന് അറിയണ്ടാകുക. അപ്പോൾ പിന്നെ അപ്പം ചെയ്തതെന്ന് വെച്ചാൽ എങ്ങനെയായാലും മൊബൈൽ 1 മണിക്കൂറേ ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വാട്സപ്പ് ഒരു 30 മിനിറ്റ്, ഇൻസ്റ്റ 10, അങ്ങനെ എല്ലാ ആപ്പിനും ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു എന്നുള്ള. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ ഒരു 5 മിനിറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ വരും ഇത്ര. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, ആട് കയറി പിന്നെയും ആ 10 എന്നുള്ളത് 20 ആക്കും 30 ആക്കും. അപ്പോൾ വെച്ചാൽ അവിടെയൊക്കെ ഒരു കൺസിസ്റ്റൻസി നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ള. പിന്നെ എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ലക്ഷ്യം ഉണ്ടാകുമ്പം എപ്പോഴും നമ്മളെ ഉന്തി കൊണ്ടുപോകാൻ ഒരു മോട്ടീവ് ആവശ്യമാണ്. അപ്പം പിന്നെ CA സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ റിസൾട്ടിന്റെ ആ ഒരു ദിവസം ഇങ്ങനെ മൊമെന്റ് ഇങ്ങനെ ഓർക്കുക ചെയ്യപ്പോഴും. എന്താ വെച്ചാല് പിന്നെ വിജയമാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മധുരം, പിന്നെ തോൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രയാസം. അതിലേ ഇപ്പോ ഈ വിജയം പറഞ്ഞല്ലോ, അപ്പൊ ഇതൊരു 5 വർഷം കൂട്ടുക. ഈ 5 വർഷത്തെ കാത്തിരിപ്പാണല്ലോ ഇപ്പൊ ഇത്. അപ്പൊ 5 വർഷം നമ്മൾക്കൊക്കെ ഇപ്പോ വിദ്യാർത്ഥികളാട്ടെ, ഇപ്പോൾ നമ്മളെ കേൾക്കുന്ന ചിലപ്പോൾ സ്റ്റുഡൻസ് ആയിരിക്കും, യൂത്ത് ആയിരിക്കും. പോലെ കേൾക്കുമ്പോൾ പോലെ മനസ്സിലുണ്ടാവും, ഇപ്പൊ എനിക്കിപ്പോൾ ഒരു മാസം പോലും ഫോണില്ലാതെ, അല്ലെങ്കിൽ ഒരു മാസം പോലും സോഷ്യൽ എൻഗേജ്മെന്റ് അങ്ങ് മാറി നിൽക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് പരിപാടികൾ ഒഴിവാക്കുന്ന അവസ്ഥ ഉണ്ടാവും. ആവശ്യമില്ലാത്ത പരിപാടികൾക്ക് അറ്റൻഡ് ചെയ്യാതിരിക്കുന്നുണ്ടാവും. ആവശ്യമില്ലാത്തെന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ഒക്കെ ഒഴിവാക്കുക, കല്യാണങ്ങൾ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്തത്? അല്ലെങ്കിൽ കാര്യമായിട്ട് സോഷ്യൽ മീഡിയ തന്നെ ഇത് ഒഴിവാക്കുക എന്ന് തന്നെ വലിയൊരു കാര്യമാണ് ആൾക്കാർക്ക്. അതേ നേരത്തെ സൂചിച്ച പോലെ പിന്നെ മൊബൈലിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ കാര്യങ്ങൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള. പിന്നെ ഈ മൊബൈൽ എന്ന് വെച്ചാൽ അപ്പുറത്ത് ഏതെങ്കിലും റൂമിലൊക്കെ കൊണ്ടുവച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇതിലൊരു പ്രശ്നം വെച്ചാൽ ഈ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എടുത്ത് നോക്കും, പിന്നെന്തോ റീൽസ് തുടങ്ങും, പിന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ സമയം പോവാണ് പൊതുവെ ചെയ്യുക. പിന്നെ പരിപാടികളെ കുറിച്ച് കല്യാണമാവട്ടെ സൽക്കാരാവട്ടെ, പിന്നെ അതെന്താ വെച്ചാൽ നമ്മളില്ലെങ്കിലും അവിടെ നടക്കും. പിന്നെ അപ്പോൾ നമ്മൾ വെച്ചാൽ കാലാകാലവും ഒരു പരിപാടിക്കും പങ്കെടുക്കാതെ നിൽക്കല്ലോ, ഒരു ടൈം ഗ്യാപ്പ് വരെ. അതെ, അതെന്താ വെച്ചാൽ അങ്ങനെ തന്നെ ഒരു പിന്നെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത്, പിന്നെ എക്സാം ആണ് വിളിച്ചാൽ വരലുണ്ടാവില്ല ആ ഒരു രീതിയിൽ. നമ്മുടെ പ്രയോറിറ്റി എപ്പോഴും എക്സാം പാസ്സാവുക, ലക്ഷ്യം എത്തിക്കുക എന്നുള്ളതാണല്ലോ. എന്താ വെച്ചാൽ ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖകരമായിട്ട് ഇത്തരം ഫംഗ്ഷനുകളിൽ പങ്കെടുക്കാൻ പറ്റും. പിന്നെ ഒരു പ്രയാസം, അതായത് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു പ്രയാസം ഞാൻ മനസ്സിലാക്കിയൊരു സാധനമാണ്, ഈ ഇങ്ങനെയൊക്കെ ഇല്ലാതാവുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ അപ്ഡേഷൻ കുറയുമെന്ന് ഇങ്ങനെ തോന്നും. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എൻഗേജ്മെന്റ് കുറയാം. സോഷ്യൽ മീഡിയ എൻഗേജ്മെന്റ് വേറെ പോട്ടെ, ചർച്ചകൾ കേൾക്കാതിരിക്കുക, ഇപ്പോൾ ന്യൂസ് ഇങ്ങനെ നിരന്തരം ഫോളോ ചെയ്യാതിരിക്കുക, ഒക്കെ ഫോളോ ചെയ്തിരുമ്പോൾ ഒരു 4 വർഷത്തോളമുള്ള പ്രോസസ്സാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അത് കംപ്ലീറ്റ് 4 വർഷം നമ്മൾ ഒഴിവാക്കേണ്ടി വരും. നമ്മളിപ്പോൾ എക്സാമിന്റെ 1 മാസം മുമ്പ് വരെ ഞാൻ എന്താ ചെയ്തിട്ടുണ്ട്, ഫൈനൽ എക്സാമിന് മുമ്പ് ഈ 10 മിനിറ്റ് എന്നാണ് 10 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, അത്തരം കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അനാവശ്യ കാര്യങ്ങളാണല്ലോ ഈ സമയം. ഇല്ലല്ല, ആ പ്രശ്നം പിന്നെ മൊബൈലും കാര്യങ്ങളൊന്നും പ്രശ്നമല്ല. ഇത് പഠിക്കുമ്പോൾ വെച്ചാൽ ഈ മൊബൈൽ നമ്മളെ സമയത്തെ മാത്രം പിന്നെ നശിപ്പിക്കുന്ന മാത്രമല്ല, നമ്മളെ ബ്രെയിനെ കൂടി ബാധിക്കുന്ന പഠനങ്ങൾ തെളിയിച്ചു തോന്നുന്നു. അപ്പോൾ കൂടുതൽ ഫോക്കസ് കോൺസെൻട്രേഷൻ കിട്ടാനും ഒക്കെ നല്ലത് ഈ ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീട്ടുകാരൊക്കെ എങ്ങനെ ഭയങ്കര സപ്പോർട്ട്, ഇത് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ മാറിക്കലാണല്ലോ, പിന്നെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അതെന്തായാലും വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാതെ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. എന്നുവെച്ചാൽ ഞാൻ CA ഇന്റർ ആവട്ടെ, ഫൗണ്ടേഷൻ ആവട്ടെ, പിന്നെ ഫൈനൽ ആവട്ടെ ഒക്കെ വീട്ടിൽ നിന്ന് പഠിച്ച ഒരാളാണ്. സാധാരണ പിന്നെ നമ്മളെ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് വീട് റെഡി ആവില്ല, ഹോസ്റ്റൽ വേറെ ഏതെങ്കിലും ഹോസ്റ്റലിൽ പോട്ടെ,
പിന്നെ നാട്ടിലവിടെ നിന്നാൽ മാറി നിന്നിട്ട് പഠിക്കാൻ. ഫ്രണ്ട്ഷിപ്പും പിന്നെ അങ്ങനത്തെ കുറച്ച് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത്. അപ്പം എന്താ വെച്ചാൽ വീട്ടിൽ അങ്ങനെ ഒരു പിന്നെ എക്സാം ആണ് എന്നുള്ളൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് ഉൾക്കൊള്ളിപ്പിക്കണം ഈ സാധനം. പിന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം വിളിക്കുക, അങ്ങനെ ഒരു എല്ലാവരും സപ്പോർട്ട് ചെയ്തു. എപ്പോഴും നാട്ടിലുണ്ടാവുകയും ചെയ്യും. ഫോക്കസ് സാധനങ്ങൾ വാങ്ങിക്കാരെ വാപ്പയെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇപ്പം ഈ പറഞ്ഞല്ലോ ഇപ്പം ഖുർആൻ പഠിക്കാൻ വേഗം പഠിച്ചിട്ടുണ്ട്, അതുപോലെ CA ആണെങ്കിൽ അപ്പം എൻ്റെ ഒരു എങ്ങനെ പഠിക്കല, എൻ്റെ പഠന രീതി എങ്ങനെ, സ്റ്റൈൽ എങ്ങനെയാണ്? പിന്നെ ഖുർആൻ പഠിക്കുമ്പോൾ പിന്നെ എല്ലാവർക്കും പഠിച്ചിട്ടുണ്ടാവും നമ്മൾ ഹിഫ്ള് സ്ഥാപനങ്ങളിലൊക്കെ പൊതുവെ ഉറക്കനെ ചൊല്ലിയിട്ട് പിന്നെ ഓതിയില്ലെങ്കിൽ അടികിട്ടുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും. അതെന്താ വെച്ചാൽ അത് ഒരു പിന്നെ വേ ഓഫ് മെത്തേഡാണ്. പിന്നെ ഉറക്കനെ പഠിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഞാൻ അങ്ങനെയാണ് പിന്നെ ഹിഫ്ള് അങ്ങനെയാണ് പഠിച്ചത്. മറ്റ് സ്കൂൾ പഠനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഞാൻ എന്താ വെച്ചാൽ ഉറക്കനെ പറയാന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പിന്നെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണതിലുള്ള രൂപത്തിൽ പറയാം, ഒരു ടീച്ചിങ് സ്റ്റൈൽ. അതാ 10ാം ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ അവിടെ സമയത്ത് ഉണ്ടായിരുന്നു. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും, പിന്നെ ഓർമ്മയിലുണ്ടാവും തോന്നുന്നു. CA ഒക്കെ അങ്ങനെ തന്നെയാണ് പഠിച്ചത്. അപ്പം ഇനിയിപ്പം എല്ലാവർക്കും അങ്ങനെ പഠിക്കാൻ പറ്റുകയാണല്ലോ. അപ്പം എങ്ങനെയൊക്കെ ഖുർആൻ പഠിക്കുന്ന സിമ്പിൾ വേസ് എന്നുണ്ടാവില്ല, മെത്തേഡ്സ് എന്നുള്ള ഇതിൽ. അപ്പം മെത്തേഡ്സ് എന്താ വെച്ചാൽ ഞാൻ പഠിച്ചിരുന്ന എങ്ങനെ വെച്ചാൽ പിന്നെ ഓരോ ലൈൻ ഇങ്ങനെ പഠിച്ച് പിന്നെ അത് ആദ്യം മുതൽ ഒന്നുകൂടി ഒരു ബേസ് ചെയ്ത് പിന്നെ നമ്മൾ എന്താ വെച്ചാൽ പൊതുവെ നിങ്ങൾക്കും അനുഭവം ഉണ്ടാവും, പുതിയ പാഠം പഠിക്കാൻ കുറച്ചുകൂടി സിമ്പിൾ, പുതിയ സാധനമാണ്. അപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. പഴയ പാഠം നിലനിർത്തുക എന്നുള്ളതാണ് അതിലൊരു പ്രശ്നമായി വരിക. ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ ദിവസം ഒരു ജുസ് എന്നുള്ള നിലക്ക് സ്വയം കാണാതെ മറ്റൊരാൾക്ക് ചെല്ലി കൊടുക്കുന്ന അത്ര എഫക്റ്റീവ്നെസ് അതിനുണ്ടാവില്ല. മറ്റെന്താ വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും തപ്പണ സമയത്തൊക്കെ തുറന്നു നോക്കി പോകും. മറ്റെന്താ വെച്ചാൽ ചെല്ലി കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. അങ്ങനെയാണ് പിന്നെ മുന്നോട്ട്. ഹിഫ്ള് ഇപ്പോൾ ഏത് പ്രായത്തിലും പഠിക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ 63 വയസ്സുള്ള ഒരാൾ ഹിഫ്ള് കംപ്ലീറ്റ് ആക്കി. ഇപ്പോൾ നമ്മളോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, നമുക്ക് ഉത്തരം പറയാൻ പറ്റാത്തതോ എന്തുകൊണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ എന്താണ് ഇപ്പോൾ ഉള്ള ആളുകൾക്ക്, ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ആളാവട്ടെ, ഒരു ഡോക്ടറാവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആവട്ടെ, കുറച്ചൊരു 20 വയസ്സിൻ്റെ മുകളിലുള്ള ആളുകൾക്ക് ഖുർആൻ എങ്ങനെ ഇനി പഠിച്ചെടുക്കാൻ പറ്റും? അതായത് ആ പ്രൊഫഷനൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഖുർആൻ എങ്ങനെയാണ് 5ാം ക്ലാസ് മുതൽ പഠിക്കുന്ന പെട്ടെന്നൊന്നും പഠിച്ചു തീർക്കാൻ പറ്റൂലല്ലോ. അതെന്തായാലും പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ മറ്റ് ചിന്തകളും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും ആ സമയത്ത് ഉണ്ടാകുക. അപ്പോൾ പെട്ടെന്ന് ബ്രെയിനിൽ ഇപ്പൊ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ പിന്നെ സ്വാഭാവികമായിട്ടും പല ബാധ്യതകളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിനായിട്ടൊരു സമയം നമ്മൾ കണ്ടെത്തണം എന്നുള്ള പിന്നെ ദിവസം സുബഹിക്ക് ശേഷമോ അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷം ഒക്കെ ഒരു സമയം കണ്ടെത്തി നമുക്ക് പഠിക്കാൻ. പണ്ടത്തേക്കാളും സോഴ്സുകൾ വളരെ ചെയ്യാണോ പറയുന്നത്, അതല്ല ഡെയിലി പാരായണം ചെയ്യുന്നതിനെ കുറിച്ചാണോ പറയുന്നത്? ഹിഫ്ള് നമുക്ക് അങ്ങനെ പഠിക്കാം. ഡെയിലി പാരായണം ആദ്യത്തെ എന്താ വെച്ചാൽ നമ്മൾ എങ്ങനെങ്കിലും പിന്നെ എങ്ങനെ നോക്കിയാലും ഖുർആൻ ഓതാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ബെനിഫിറ്റ് ആയിക്കോട്ടെ. ഹിഫ്ള് പഠിക്കാൻ എളുപ്പം ആവും എന്നുള്ളതാണ് എനിക്കുണ്ടായിരുന്ന ഒരു ബെനിഫിറ്റ്. അതുകൂടിയാണ് പിന്നെ മദ്രസകളിൽ നിന്ന് പിന്നെ ഏത് ഭാഗത്തു നിന്ന് ചോദിച്ചാലും ഒരു സുഖമായിട്ട് ഓതാൻ പറ്റുന്നൊരു പിന്നെ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നോക്കി ഓതാൻ നല്ലോണം ഒന്ന് പഠിക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഹിഫ്ള് സുഖകരമായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും മറ്റ് ചിന്തകളും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു പിന്നെ ചലഞ്ചാണ്. ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടുന്ന സമയത്ത് എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പിന്നെ കൂടുതലൊരു അതിന് പ്ലാൻ ചെയ്ത് ടൈം ഒന്ന് ഷെഡ്യൂൾ ചെയ്താൽ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ എൻ്റെ ഈ CA ആണെങ്കിലും ഖുർആനാണെങ്കിലും ഖുർആൻ ഒരു ചെറുപ്പകാലഘട്ടത്തിലാണല്ലോ, എന്നാലും ഇവന് കൂടുതൽ 10, +2, CA ഇതിലേക്കൊക്കെ എത്തുമ്പോൾ ഈ പ്രാർത്ഥന അതേപോലെ തന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോയി? പ്രാർത്ഥന വലിയൊരു ഘടകമാണ്. ഞാൻ പിന്നെ നമ്മള് 10th ആയാലും +2 ആയാലും ഒക്കെ സിലബസ് എന്ന് പറയുമ്പോൾ ഭയങ്കര വാസ്റ്റ് ആയിട്ടാണല്ലോ ഉണ്ടാവുക. ഈ CAൻ്റെ ഒരു പ്രശ്നം 2 പോയിന്റാണ് പിന്നെ എനിക്ക് മനസ്സിലായത്. ഒന്ന് സിലബസിന്റെ വോളിയം വളരെ കൂടുതലാണ്, മറ്റൊന്ന് ഇതിന്റെ സ്ട്രക്ചറാണ്. നമ്മൾ പിന്നെ ഡിഗ്രി ഒക്കെ എഴുതുന്നതിൽ ഓരോ പേപ്പർ എഴുതിയെടുത്താൽ പോരാ, ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു പേപ്പർ പോയാൽ തന്നെ വീണ്ടും ആ ഗ്രൂപ്പ് കംപ്ലീറ്റ് ജയിച്ച പേപ്പർ കൂടി എഴുതേണ്ടി വരുന്നൊരു പ്രശ്നമാണ്. പിന്നെ എന്നുവെച്ചാൽ മൊത്തം ആദ്യത്തെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ 4 പേപ്പറാണുള്ളത്, പിന്നെ ഒരു 6 പേപ്പർ, ഇന്റർ ഫൈനൽ ഒരു 6 പേപ്പറാണുള്ളത്. അപ്പോൾ പിന്നെ 4 പേപ്പറിൻ്റെ ഒരു ഗ്രൂപ്പ് ആദ്യത്തെ അത് ഒറ്റ ഗ്രൂപ്പാണ്.
പിന്നെ 6 പേപ്പറിൽ 3 പിന്നെ പേപ്പർ 2 ഗ്രൂപ്പാക്കിയിട്ട്. അപ്പം നമുക്ക് സിംഗിൾ ഗ്രൂപ്പ് മാത്രമാണ് എഴുതുക, അല്ലെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് എഴുതുക. ബോത്ത് ഗ്രൂപ്പ് എഴുതിയാലുള്ളൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഒരു ഗ്രൂപ്പിൻ്റെ 50% മാർക്ക് നമുക്ക് എന്ത് ചെയ്യണം കിട്ടിയാലേ ഗ്രൂപ്പ് ജയിക്കുള്ളൂ. പക്ഷെ പേപ്പർ ജയിക്കണമെങ്കിൽ 40% മതി. അപ്പോൾ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പേപ്പർ ജയിച്ചിട്ടുണ്ടാവും പക്ഷേ ഗ്രൂപ്പ് ജയിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ പ്രശ്നം എന്താ, ഈ 3 പേപ്പർ വീണ്ടും എഴുതേണ്ടി വരിക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇൻ്ററാവട്ടെ ഫൈനലാവട്ടെ ഒക്കെ വിജയിച്ചെന്താ വെച്ചാൽ ബോത്ത് ഗ്രൂപ്പ് എഴുതിയുള്ള ഒരു ബെനിഫിറ്റ്, ഒരു ഗ്രൂപ്പിൽ 50% എബവ് ഉണ്ട്, മറ്റേത് 50% കുറവാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാലി ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രക്ചർ ഭയങ്കര പ്രശ്നമാണ് പാസ്സാവാനുള്ളത്. അപ്പോൾ ഈ പിന്നെ പറഞ്ഞത് വോളിയം. അപ്പം എന്തായാലും 100% ആരും പഠിച്ച് മുന്നോട്ട് കഴിയില്ലല്ലോ. റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ പഠിക്കണമെങ്കിൽ എന്തായാലും 100% കവർ ചെയ്യാന്നുള്ളത്. റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ ഈ ഏരിയയിൽ തിരിച്ചു വരുന്നവരാണോ, എങ്ങനെയാണ്? അല്ല, റാങ്ക് ഹോൾഡേഴ്സ് പറഞ്ഞാൽ പിന്നെ 50 റാങ്ക് വരെ അവർ പബ്ലിഷ് ചെയ്യും മാർക്കിന്റെ. അത് പിന്നെ 5ാമത്തെ ഓൾ ഇന്ത്യ ലെവൽ 5ാമത്തെ റാങ്കും പിന്നെ ഒരു പ്രവാസിയായിട്ടുള്ള ഒരു മലയാളിക്ക് കിട്ടിയോ. പ്രായമുണ്ടോ? ഇല്ല, പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയ ഒരു പെൺകുട്ടിക്കാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ വോളിയം പിന്നെ 100% എന്തായാലും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പം എക്സാമിന് എങ്ങനെ പാസ്സാകുക ചോദിച്ചാൽ നമ്മൾ പഠിച്ചെടുത്തുനിന്ന് ഒരു ചോദ്യം വരുമ്പോഴാണല്ലോ നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്നും നമ്മളെ കയ്യിലുള്ള കാര്യമല്ല. അപ്പോൾ പിന്നെ പ്രാർത്ഥന എന്നുള്ളത് വലിയൊരു ഘടകമാണ്. പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമ്മൾ എക്സാം എന്നല്ല ഏതൊരു കാര്യത്തിലും നമുക്ക് എപ്പോഴൊക്കെ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിനൊരു ഇത് കണ്ടെത്തി. പ്രാർത്ഥന വെച്ചാൽ പിന്നെ നമ്മൾ പിന്നെ ഹദീസുകളിൽ നിന്നൊക്കെ വന്ന പോലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന കുറെ സമയങ്ങളുണ്ടല്ലോ. പിന്നെ അതുപോലെ അതെ, ഇപ്പോൾ ബാങ്കിന്റെ ഇക്കാമത്തിന്റെ ഇടയിൽ, അതുപോലെ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള അതാണ് കുറെ പ്രാർത്ഥിക്കുന്ന പകരം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ചില സമയങ്ങളുണ്ട്. വെള്ളിയാഴ്ചകളിൽ ഒരു സമയം പറഞ്ഞിട്ട് ആ സമയം പ്രാർത്ഥിച്ചാൽ എന്തായാലും അള്ളാഹ് സ്വീകരിക്കുന്നതാണ്. അതുപോലെ തഹജ്ജുദുകൾ പിന്നെ നമ്മുടെ ജീവിതത്തിൽ പിന്നെ വളർത്തിയാൽ അത് വലിയൊരു മാറ്റം നമ്മളെ പിന്നെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. അതെ, മൊത്തത്തിലൊരു ചേഞ്ച് അതിലൂടെ ഉണ്ടാവും. ഈ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞു, പിന്നെ ഈ പ്രബോധന മേഖലയൊക്കെ നിൽക്കുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ ആരുടെയൊക്കെയോ നമ്മൾ അറിയാത്ത പോലും കിട്ടുന്നതിൽ ഏറ്റവും വലിയൊരു നമ്മൾ ആരാന്ന് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ ആ ലെവലിൽ കിട്ടുന്ന പ്രാർത്ഥനകളൊക്കെ ഇതിന് പിന്നെ ബെനിഫിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം പ്രൊഫഷണൽ കോഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സോ പഠിക്കാൻ നമ്മൾ ഭൗതിക വിദ്യാഭ്യാസം പഠിക്കുന്ന സമയത്ത് ആൾക്കാർ മാറ്റിവെക്കുന്ന സാധനമാണ് ഖുർആൻ അല്ലെങ്കിൽ ദീനി വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് രണ്ടും മുന്നോട്ട് കൊണ്ടുപോയ ആളെങ്കിൽ അപ്പോൾ ഇതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാൻ എങ്ങനെയാണ് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? എന്നോട് ചോദിച്ചാൽ എനിക്ക് ഇത് രണ്ടും ഒന്നായിട്ടല്ലേ തോന്നിയിട്ടുള്ളത്. അതെ, ഖുർആനും രണ്ടും രണ്ടായിട്ട് തോന്നിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാൻ്റെ ഒരു സഹായം നമുക്ക് ഉണ്ടാവും. അത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ CAക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായി എന്ന് പറയുമ്പോൾ ഇന്നേക്കാൾ നോളജുള്ള ഇന്നേക്കാൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന കുറേ കുട്ടികളുണ്ടാവുമല്ലോ. അവർക്കൊരു നമ്മൾ ഭാഗ്യം എന്നൊക്കെ പറയുന്ന സാധനം അള്ളാൻ്റെ തൗഫീക്ക് അത് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇസ്ലാമികരായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ആ ഒരു പഠനം മുന്നോട്ട് നയിക്കുമ്പോഴും പിന്നെ സ്വാഭാവികമായിട്ട് അള്ളാൻ്റെ ഒരു സഹായം ഉണ്ടാവും. അത് നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കുറച്ചുകൂടി എന്ത് ചെയ്യും, സ്മൂത്ത്നെസ് ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ ഇതിൽ CAക്കാർക്ക് എന്തെങ്കിലും ഈ CAക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഞങ്ങൾ ആ ഒരു ഏരിയയിൽ നിന്നുള്ള ആളുകളല്ല സത്യം പറഞ്ഞാൽ. ആ ഒരു ഞങ്ങൾ പരിചയത്തിലുള്ള ഏക CA പാസ്സായ ആൾ ഈ മാത്രം പരിചയത്തിലുള്ള. അപ്പം എനിക്ക് അവരോട് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ചുറ്റുപാടിലുള്ള ആളുകൾക്കൊക്കെ അതിനൊപ്പം തന്നെ എന്താ വെച്ചാൽ CA പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് പാരൻസിനോട് പറയാനുള്ള സാധനങ്ങൾ ഒന്നാമത് ഈ കോഴ്സിനെ കുറിച്ച് തിരിച്ചറിയുക എന്നുള്ളതാണ്. കോഴ്സിന്റെ സ്ട്രക്ചറും കാര്യങ്ങളാണ് വെച്ചാൽ ചിലവരിപ്പോൾ പിന്നെ ഇപ്പോൾ 2 സുഹൃത്ത്, ഒരാൾ ഡിഗ്രിക്ക് ചേർന്ന് ഒരാൾ CAക്ക് ചേർന്ന്. ഡിഗ്രിക്ക് ചേർന്നോ ഇങ്ങനെ പാസ്സായി പോയി PG ഇതൊക്കെ എടുത്ത് പോകുന്നുണ്ടാവും. ചങ്ങായി അപ്പോഴും ചിലപ്പോൾ CA ഫൗണ്ടേഷനിലോ ഇന്റർമേലൊക്കെ കിടന്ന് കളിക്കുന്നുണ്ടാവും. അപ്പോൾ രക്ഷിതാക്കൾ ആദ്യം ഈ കോഴ്സിനെ കുറിച്ച് അറിയണം. ഇത് സാധാരണ ഒരു ഡിഗ്രിയോ കാര്യങ്ങളൊന്നും അല്ല, ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്. പിന്നെ ഇന്ത്യയിൽ തന്നെ ടഫസ്റ്റ് എക്സാമുകളിൽ ഒന്നാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള പിന്തുണയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവണം എന്നുള്ളത് ഈ എന്താ വെച്ചാൽ അറ്റംപ്റ്റുകൾ കൂടുതൽ എടുക്കുക എന്നുള്ളത് ഒരു നോർമലാണ്. ഇതിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സാകുക എന്നുള്ളത് അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറെ അറ്റംപ്റ്റുകൾ എടുക്കുമ്പോൾ തന്നെ മടുപ്പ് വരും. രക്ഷിതാക്കൾ നാട്ടുകാരൊക്കെ ചോദ്യങ്ങൾ വരും, എന്തായി പാസ്സാവാത്തത് എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ ഒക്കെ രക്ഷിതാക്കൾ എന്നുള്ളവർക്ക് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടും അവർക്ക് വേണ്ടിയുള്ള മാനസികമായിട്ടുള്ള കരുത്തൊക്കെ നൽകണം എന്നുള്ളതാണ്. അത് പിന്നെ നമ്മളൊക്കെ
ഒരു സർക്കിളിന് കുറേ ആൾക്കാർ 10 അറ്റംപ്റ്റ് ചെയ്ത് വെച്ചാൽ അവരുടെ ലക്ഷ്യം നേടുക എന്നുള്ളതാണ്. ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ വളരെ പ്രാധാന്യമാണ്. പിന്നെ ഒപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ കോഴിക്കോട് ഇപ്പോൾ ഒരുപാട് ഫ്ലെക്സ് ബോർഡുകളാണ്. അത് വെറും ഒപ്പല്ല, CMA ആയിഷ, CMA ആ ശരിക്കും ഒപ്പിനെ എങ്ങനെ ഞങ്ങൾക്ക് അറിയില്ല. ഒപ്പം എന്താ വെച്ചാല് പിന്നെ CA-ക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു പിന്നെ അങ്ങനെ അതുണ്ട്. വെച്ചാൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയും. എല്ലാ കമ്പനികളും ഇന്ത്യൻ പിന്നെ ലോ അനുസരിച്ച് ഒരു ഫൈനാൻഷ്യൽ ഇയർ എന്ത് ചെയ്യണം, ഓഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ആ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ അവസാന വെരിഫിക്കേഷൻ എന്നല്ല, വലിയൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സൊക്കെ ചെയ്തിട്ട് അവസാനം ഒരു CA-കാരന് എന്ത് ചെയ്യണം, പിന്നെ ഓതറൈസേഷൻ അതിന് വേണം എന്നുള്ളത്. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഒരു ഒപ്പിടുമ്പോൾ നമ്മൾ പൈസ വാങ്ങുന്നു എന്നതാണ്. പിന്നെ പൈസക്ക് അത്ര റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം നല്ലോണം വെരിഫിക്കേഷൻ, അതിന്റെ മുകളിലും അത് വെരിഫിക്കേഷൻ നടക്കലുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാലും ആ ഒപ്പിട്ട ആൾക്കാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ ജോലി സാധ്യതകൾ ഒക്കെ ഉണ്ടാവുമല്ലോ. ജോലി സാധ്യതകൾ ഒരുപാടുണ്ട്. പിന്നെ പൊതുവേ പിന്നെ പാസ് പെർസെൻറ്റേജ് വളരെ കുറവായതുകൊണ്ട് തന്നെ ചറപ്പറ CA-ക്കാർ കുറവായിരിക്കും, ഉണ്ടാവലുണ്ടാവും. ആ പാസ് പെർസെൻറ്റേജ് തന്നെ കുറവാണല്ലോ. അതുകൊണ്ടാണെന്ന് വെച്ചാൽ പിന്നെ സാധ്യതകൾ ഇവിടെ ഇന്ത്യയിലാവട്ടെ വിദേശത്താവട്ടെ ഒരുപാടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ CA-ക്കാരുടെ ഒരു പിന്നെ മാത്രം ഫീൽഡാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്നുള്ളത്. അവർക്ക് മാത്രമേ അത് ചെയ്യാൻ ഇപ്പോൾ അധികാരമുള്ളൂ. മറ്റ് ടാക്സ് ഫീൽഡുകൾ അത് കമ്പനികൾക്ക് നിർബന്ധമായിട്ട് ചെയ്യുമാണ്. എല്ലാ കൊല്ലം ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ടാക്സ് ഫീൽഡ് ഉണ്ട്. നമുക്ക് ഫൈനാൻഷ്യൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറേ പൈസ ഉണ്ട്, പൈസ എന്താ കാട്ടേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ കൺസൾട്ടിങ് മറ്റൊരു ഫീൽഡാണ്. ഫൈനാൻഷ്യൽ അഡ്വൈസറായി കൊണ്ട് നിൽക്കാം. ഇനി അതല്ല, എംപ്ലോയ്മെൻ്റ് ഒന്നും താല്പര്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വയം ഫേം ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ടീച്ചിങ് ഒരു സാധ്യതയാണ്. അത്തരം ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ എന്റെ പ്രത്യേകിച്ച് ഞാനിപ്പോ ട്രെയിനിങ് ഒരു 4 മാസം കൂടി കംപ്ലീറ്റ് ആക്കണം. ബാംഗ്ലൂർ KPMG കമ്പനിയാണ്. അതെ, അടുത്ത ആഴ്ച പോകണം. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ CA-നെ പറ്റിയും ഖുറാനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. എൻ്റെ ജീവിതത്തിൽ ഖുറാൻ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏത് ആയത്താണ്? ആയത്തൊന്ന് ഓതിയുണ്ടെങ്കിൽ എനിക്ക് താല്പര്യമുള്ള പാരായണം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതെ, പിന്നെ ഖുറാനിലെ ആയത്ത് എന്ന് പറയുമ്പോൾ എല്ലാം ഇൻഫ്ലുവൻസ് ആണ്. പിന്നെ ഏതെങ്കിലും ഒരു ആയത്ത് ഓതാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار. ഇല്ലേ, എനിക്കിപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഓർമ്മ വന്നത്, നമ്മളെ ചെറുപ്പത്തിൽ അവിടെ പഠിക്കുന്ന സമയത്ത് ഈ നമ്മളൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോൾ റമദാനാകുമ്പോൾ മുസ്ലിം ഒരു പോക്കാണ്. ഒരാളിങ്ങനെ വരും, കൂട്ടാൻ വരും. മുസ്ലിം ആ സമയമാകുമ്പോൾ വണ്ടിമേ കയറിയിട്ട് പോകും. വീട് അടുത്ത് തന്നെയാണ്, എന്നാലും ആള് കൂട്ടാൻ വരും. എന്നിട്ട് പോകുമ്പോൾ എങ്ങോട്ടാ പോകണം ചോദിക്കുമ്പോൾ തറാവിയാണ്. നമ്മൾ ചെറുപ്പത്തിലേ കാണാണ്, 7ാം ക്ലാസ് 7ന്നോ 6ന്നൊക്കെ കാണാൻ, 8ന്നാണ്. ഓക്കെ, ആ സമയത്തെ കാണാൻ തുടങ്ങി മുസ്ലിം തറാവിക്ക് പോകുന്നു. നമ്മളെപ്പോഴും സ്ഥാപനത്തിന്റെ തറാവിയാണ്, അവിടെ തറാവിക്ക് നിൽക്കലാണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് തറാവി എല്ലാ കൊല്ലവും പോകും. ഇപ്പോഴും ഉണ്ടോ? ഇപ്പം എന്താ വെച്ചാൽ പിന്നെ 2 കൊല്ലമായിട്ട് ഈ പിന്നെ കഴിഞ്ഞ വർഷം ബാംഗ്ലൂരുണ്ടായിരുന്നു, അതിന് മുമ്പ് ഗുജറാത്തിലുണ്ടായിരുന്നത്. അപ്പം ടൈമായിട്ട് റെഡി ആവാത്തതുകൊണ്ട് നാട്ടിലൊന്നും ഏൽക്കാൻ പറ്റിയിട്ടില്ല. അതിന് മുമ്പുള്ള കൊല്ലങ്ങൾ 8ാം ക്ലാസ് മുതൽ 2 കൊല്ലം വെച്ചാൽ ബാക്കിയുള്ളതെല്ലാം നാട്ടിൽ മൊത്തം തീർക്കലാണോ എങ്ങനെയാണ്? പിന്നെ ഈ തറാവി എന്ന് പറയുമ്പോഴും പിന്നെ ആദ്യമായിട്ട് എനിക്ക് പിന്നെ ഒരു പൈസ 1000 കിട്ടുന്നത് ഇതിലാണ്. നമ്മൾ ഈ ഖുറാൻ പഠിച്ചാൽ ഉള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് മാത്രമേ കാത്തിക്കണ്ട, ഭൗതികമായിട്ട് നമുക്ക് തന്നെ കുറെ പിന്നെ ഉപകാരം അതിലുണ്ടാവും എന്നുള്ളതാണ്. ഈ ഖുറാൻ്റെ പിന്നെ കാര്യം പറയുമ്പോൾ നമ്മൾ
എല്ലാവരും സ്ഥിരം കേൾക്കുന്ന ഒരു ഹദീസാണ് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. പിന്നെ മനുഷ്യന്മാരിൽ ഏറ്റവും ഉത്തമർ എന്നറിയപ്പെടുന്നത് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അതുമാത്രമല്ല ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാ സാധനവും വളരെ പിന്നെ അധികം മഹത്തരമാണ് എന്നുള്ളത്. അപ്പോൾ ഖുർആൻ ഇറങ്ങിയ മാസം റമദാനാണ്. അത് അതിൻ്റെ രാവ് ലൈലത്തുൽ ഖദർ. അത് പിന്നെ ഇറങ്ങിയ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാരിൽ ഉത്തമരാണ്. അതുപോലെ മലക്ക് റൂഹുൽ അമീൻ എന്നറിയപ്പെടുന്ന ജിബ്രീൽ അലൈഹി സ്വലാം. അപ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ട സ്വാഭാവികമായിട്ടും അവൻ്റെ ജീവിതത്തിൽ വലിയൊരു പിന്നെ ഉന്നതയിൽ എത്തിക്കാൻ പറ്റുമെന്നുള്ളത്. തറാവിൻ്റെ കാര്യം പറയുമ്പോൾ പിന്നെ KC-ന്നാണ് ആദ്യമായിട്ട് തറാവി പോകുന്നത്. 8ാം ക്ലാസ് നമ്മളെ അടുത്തുള്ളൊരു പള്ളിയിൽ തന്നെ. അവിടെ ഇങ്ങനെ എല്ലാ തറാവി 8 മുതൽ പിന്നെ 8, 9 ഏകദേശം 4-5 കൊല്ലം അവിടെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. തറാവീൻ്റെ ഒരു ഉപകാരം എന്താ വെച്ചാൽ നമുക്ക് കുറച്ചുകൂടിയും പിന്നെ ഓർമ്മയിൽ നിൽക്കും. പിന്നെ ഇമാം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധയിൽ എന്ത് ചെയ്യും ആ ഒരു നമ്മൾ പല സുഹൃത്തുക്കളും പറയുന്നത്. ഞാൻ പിന്നെ റമദാനല്ലാത്ത മറ്റു മാസങ്ങളിൽ ഓതാൻ സമയം കിട്ടും. പക്ഷെ റമദാൻ എത്തിയാൽ ഞാൻ നല്ലോണം ഒന്ന് ഇരിക്കും. റമദാനിൽ ഈ തറാവി ഇമാമത്ത് മൂലമാണ് എൻ്റെ പിന്നെ ദൗറ നടക്കണം എന്നുള്ള സംസാരിക്കുന്നത്. ഏകദേശം ഒരുപാട് ആൾക്കാർക്കും തറാവി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സ്ട്രക്ചറിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നത്. പിന്നെ എനിക്ക് നമ്മൾ 5ാം ക്ലാസ്സിൽ നിന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ഈ ഖുർആൻ ലോകത്തേക്ക് എത്തുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് മുസ്ലിമിന്റെ നമ്മളെന്താ കിറാത്ത് പോലെ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നുള്ളൂ. അമ്മജൂസ് പഠിച്ചു തുടങ്ങുമ്പോൾ മുസ്ലിം അവിടെ ഭയങ്കര കിറാത്തുകളൊക്കെ ആയിട്ട് ഇങ്ങനെ. അപ്പൊ എനിക്ക് തോന്നുന്നത് സുദേശാണ് ഈ ഫോളോ ചെയ്യുന്നത്. പൊതുവെ പിന്നെ ഇമാമത്തുകളിൽ തറാവിയിൽ പ്രത്യേകിച്ച് പിന്നെ സുദേശ് ആണ് തന്നെ വന്ന് അതിൽ സുദേശ് എന്നുവെച്ചാല് നമ്മൾ പഠിച്ച രൂപത്തിലാണ്. സുദേശ് ഒരു സുഖം എന്താ വെച്ചാല് അത് ഓതുമ്പോഴേക്കും ഇങ്ങനെ കുറച്ചുകൂടി ഫ്ലോ ആയിട്ട് ഇങ്ങനെ കിട്ടും. മറ്റു കാര്യങ്ങള് പിന്നെന്താ വെച്ചാല് നമ്മൾ സ്വയം ഒരു പിന്നെ ഈണൊക്കെ കണ്ടെത്താൻ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് അഫാസി തന്നെ, അഫാസി അബ്ദുൽ ബാസിത്ത് നമ്മള് ഫോളോ ചെയ്ത സംഭവങ്ങളായിരുന്നു. മുസ്ലിം ഇങ്ങനെ വരിക, ഇമാം വെക്കുക. അന്ന് സീനിയേഴ്സാ ഇമാം വെക്കുക. 10ാം ക്ലാസ്സിലുള്ളവര് 8-ലുള്ളവരൊക്കെ മുസ്ലിം ഉണ്ടാവും. അപ്പൊ ആ ഒരു രസമായിരുന്നു അന്നൊക്കെ ഇങ്ങനെ. പിന്നെ വേറെ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഖുർആനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഇതന്നെയാണ് നമ്മൾ പിന്നെ ഈ ഖുർആനുമായി ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ഐശ്വര്യം കാര്യങ്ങൾ. ഞാൻ പിന്നെ ഈ വർഷമല്ല കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു സ്ഥാപനത്തിൽ ഖുർആൻ പഠിപ്പിക്കാനും കൂടി മോർണിംഗ് രാവിലെ കുറച്ച് ടൈം കിട്ടുന്ന സമയത്ത് പിന്നെ ഒരു 1.5 മണിക്കൂറൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ആ മക്കളിൽ നിന്ന് കിട്ടുന്ന ഞാൻ ആ പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇക്കൊല്ലം അവിടെ പോയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് എന്താണ് അത് സ്കൂളാണ്, സ്കൂളിലെ പിന്നെ റെസിഡൻഷ്യൽ സ്കൂളിങ്ങാണ്. അപ്പോൾ അവിടെ നിൽക്കുന്നവർക്ക് രാവിലത്തെ ഒരു കുറച്ച് സമയം ഖുർആനുമായി ബന്ധപ്പെടാനുള്ള. അപ്പോൾ അവരിങ്ങനെ ചോദിച്ചു എന്താണ് വരാത്ത. അപ്പോൾ അങ്ങനെ പഠനവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അവർ അങ്ങോട്ട് തന്നെ പറയാതെ ഇങ്ങോട്ട് പറയാണ് ഞങ്ങൾ പ്രാർത്ഥന ഉൾപ്പെടുത്താം, മറ്റുള്ള കുട്ടികളോട് പറയാം ഞങ്ങൾ ഖുർആൻ പഠിക്കണ മക്കളല്ലേ, അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം പിന്നെ പരിഗണന ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ അതൊക്കെ എന്ന് വെച്ചാൽ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്നൊരു ബെനിഫിറ്റാണ്. അപ്പോൾ പിന്നെ ഖുർആനെ നമ്മൾ മുറുകെ പിടിക്കുക, ഖുർആൻ കൂടുതൽ ഫോക്കസ് ചെയ്താൽ മറ്റു കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാവും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. നമ്മളവിടെ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും കേൾക്കുന്ന ഒരു സാധനമാണ് ഈ ഖുർആൻ പഠിച്ച ആൾക്കാരെ നിങ്ങൾ നോക്കി, നിങ്ങൾ ഖുർആൻ കൃത്യമായിട്ട് മുറുകെ പിടിക്കുന്ന ആൾക്കാരെ നിങ്ങൾ നോക്കി ഓരോ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ മൻ അറാദ ദുനിയ ഫഅലൈഹി ബിൽ ഖുർആൻ വമൻ അറാദൽ ആഖിറ ഫഅലൈഹി ബിൽ ഖുർആൻ വമൻ അറാദഹുമാ മഅൻ ഫഅലൈഹി ബിൽ ഖുർആൻ. ഒരാൾ ദുനിയാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ഖുർആൻ മുറുകെ പിടിക്കട്ടെ, ആഖിറത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഖുർആൻ മുറുകെ പിടിക്കട്ടെ. ഇനി ഇത് രണ്ടുമാണ് ആഗ്രഹിക്കുന്നതെങ്കിലും അവൻ ഖുർആൻ മുറുകെ പിടിക്കട്ടെ എന്ന് പറയും. അപ്പോൾ ഞാനിത് ഞാൻ അങ്ങനെ പലർത്തും പറയലുണ്ട്, പല കുട്ടികളോടും പറയുമ്പോൾ അല്ലെങ്കിൽ ദർസിലൊക്കെ പോകുമ്പോൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ഓരൊക്കെ കാണും. അപ്പോൾ നമുക്ക് ഓരോട് പറയാൻ പറ്റുന്ന ഏക ഉപദേശം ഇതാണ്, നിങ്ങൾ ഖുർആൻ പഠിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ സങ്കടം ഉണ്ടാവും, വേറെ എന്തെങ്കിലും മിസ്സാവുമോ, ഹോം സിക്നസ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോളേജിൽ നിന്നൊക്കെ പഠിക്കുമ്പോൾ ഒക്കെ മിസ്സാവും എന്നുള്ള സങ്കടം ഉണ്ടാവും. അപ്പോൾ ഞാൻ കുട്ടികളോട് പറയും നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങൾ തന്നെയാണ് വിജയിക്കാൻ പോകുന്നത്, നിങ്ങൾ ഉറപ്പിച്ച് പഠിച്ചോളി, ഇത് ഇപ്പം കൃത്യം പഠിച്ചോളി. നമുക്കൊക്കെ ഒരു സങ്കടം ഉണ്ടാവും, ഒന്നും കൂടി പെർഫോം ചെയ്യാന്നൊക്കെ തോന്നും, കൃത്യമായിട്ട് പഠിച്ചോളി എന്ന് പറയും. എന്നിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കും അപ്പൊ ഞാൻ അന്ന് ഇങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ CA പാസ്സായപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത് കാണുകയാണ്, കൃത്യമായിട്ട് കാണുകയാണ്, ഖുർആൻ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നൊരു ഖുർആൻ പഠിക്കണോല്. പിന്നെ പ്രത്യേകിച്ച് വെച്ചാൽ കംപ്ലീറ്റ് ഭൗതിക വിദ്യാഭ്യാസം ഒഴിവാക്കരുതെന്നാണ് പറയാലോ. എന്നുവെച്ചാൽ സമൂഹത്തിൽ കുറച്ച് ഡോക്ടറായ ഒരാൾ ദീന് പറയുമ്പോഴും സാധാരണ ഒരാൾ പറയുമ്പോഴും ഉണ്ടാകുന്ന ഒരു വ്യത്യാസം, ആക്സെപ്റ്റൻസ് പഠിപ്പിക്കുന്ന സമയത്ത് ഈ ഇപ്പോഴത്തെ നമ്മൾ ഖുർആൻ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ റെഫർ ചെയ്യുമ്പോഴേ ഞാൻ യൂട്യൂബിൽ ഒരു സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ഖുർആൻ ക്ലാസ് ഉണ്ട്. മൂപ്പര് ഫുള്ള് സയൻസ് കാര്യങ്ങളൊക്കെ പറയല്ലേ. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സ്വീകാര്യത, മീൻസ് നമ്മളൊരു പോയിന്റ് ഓഫ് വ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്
ഇതിങ്ങനെ കേൾക്കും. ഇപ്പോഴത്താണ് ഞാൻ അറിയണം ഇപ്പോൾ ഒരു വലിയൊരു ഡോക്ടറാണ്, ഫേമസ് ഡോക്ടറാണെന്നുള്ളത്. അപ്പം അത് ഭയങ്കര ഒരു പിന്നെ ഇതൊക്കെ പഠിച്ചിട്ട് ഇതിനെക്കുറിച്ച് ഇതിനെ സമീപിക്കുമ്പോൾ ഭയങ്കര ഒരു കാര്യമായിരിക്കും. രണ്ടും സമന്വയിപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ കൂടുതൽ വിജയങ്ങളിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത്. അതിനിപ്പോൾ ഏത് സി എന്നല്ല ഏതൊരു ഫീൽഡിലെത്തിയാലും നമ്മൾ അതിൻ്റെ ടോപ്പ് എപ്പോഴും അവിടെ എത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. അതാകുമ്പോൾ കൂടുതൽ പിന്നെ സ്വീകാര്യത സമൂഹത്തിൽ നിന്ന് കിട്ടും. പിന്നെ ഇതില് വേറെ എന്തൊക്കെയാ ഇനി മുന്നോട്ടുള്ള പ്ലാനുകൾ എന്തൊക്കെയാ? എന്തെങ്കിലും മുന്നോട്ടെന്ന് വെച്ചാല് പിന്നെ മറ്റു ലക്ഷ്യങ്ങളുണ്ട്. സാധാരണ നമ്മള് CA പാസ്സായി കഴിഞ്ഞാൽ കഴിഞ്ഞെന്ന് വിചാരിച്ച അല്ല, CA കഴിഞ്ഞാൽ ഇനി ഉണ്ടല്ലോ. നമുക്ക് പിന്നെ ഇതിന്റെ കോഴ്സ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി പിന്നെ മറ്റു മേഖലകൾ പലതുണ്ട്. പിന്നെ സിവിൽ സർവീസുകൾ മുന്നിലുണ്ട്, MBA ഉണ്ട്, അങ്ങനെ പല ഓപ്ഷനുകളുണ്ട്. അതല്ല തീരെ കൂടുതൽ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ മനസ്സിൽ കുറച്ച് പ്ലാൻ ഉണ്ട്, ഡിസ്ക്ലോസ് ചെയ്യാനായില്ല. എന്തായാലും നമ്മളിപ്പോ ഒരു 3/4 മണിക്കൂറോ ഇരുന്നു. നമുക്ക് എന്തായാലും പള്ളിക്ക് പോകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മള് ഇരുന്നതും ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഈ എപ്പിസോഡ് ഇപ്പോൾ നമ്മൾ ഈ ഖുർആൻ പഠിക്കുന്ന നമ്മൾ ഇപ്പോഴും ഞാൻ എപ്പോഴും പിന്നെ ആദ്യം സൗഹൃദ വലയത്തിൽ മനസ്സിൽ ഓർമ്മ വരിക KC കാരാണ്. അത് വെച്ചാല് ഖുർആൻ പഠിച്ച് നമ്മള് സൗഹൃദം ഉണ്ടായതും ഖുർആൻ പഠിക്കാൻ വന്ന് ഒരുമിച്ച് കൂടി എന്നുള്ളതാണല്ലോ. പിന്നെ ആ ഒരു സൗഹൃദമൊക്കെ എപ്പോഴും നിലനിർത്തി തരട്ടെ. ഈ നമ്മള് ഒരു അറബി കവി പറയുന്നുണ്ട്, നഖിൽ ഫുആദക ഹൈതു ശിഅത മിനൽ ഹവ മൽ ഹുബ്ബു ഇല്ലാ ലിൽ ഹബീബിൽ അവ്വലി കം മൻസിലിൻ ഫിൽ അർളി യസ്കുനുഹുൽ ഫത വഹനീനുഹു അബദൽ ലി അവലി മൻസിലി. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര തന്നെ വീടുകൾ കയറി ഇറങ്ങിയാലും എത്ര തന്നെ ആളുകളെ പരിചയപ്പെട്ടാലും നമ്മളെ ഏറ്റവും വലിയ സൗഹൃദം അല്ലെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പഠിച്ച, ആദ്യം അനുഭവിച്ച, ആദ്യം മനസ്സറിഞ്ഞ് പരിചയപ്പെട്ട ആളുകളിലേക്ക് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കും. ആ ഒരു സംഭവം എപ്പോഴും നമുക്ക് ആ സ്ഥാപനം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സൗഹൃദ വലയം അതുണ്ടാക്കി തരുന്ന സന്തോഷം, അവിടെ ആളുകൾ സക്സസ് ആകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സുഹൃതം, അതിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെ വലിയൊരു ഫാക്ടറാണ്. അത് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ്. അത് ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അത് നിലനിർത്തി തരട്ടെ. ആഖിറത്തിലും അതുപോലെ നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ. അള്ളാഹു നമ്മൾ ഈ ഇരുന്നതും ഇവിടെ സംസാരിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ ഉപകാരപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിൽ ജീവിതത്തിൽ മുന്നേറുവാൻ ഈ ഒരു ഏതൊരു കാര്യവും നമ്മൾ പറയുന്നത് ഉപകാരപ്പെടുമ്പോഴാണ് അത് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇൻഷാല്ലാഹ് അങ്ങനെ ഇതിലെന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുക, ഖുർആന്റെ ലോകത്തിലേക്ക് കയറി വരിക. ഇതുപോലെ ഭൗതിക ലോകത്തും ആഖിറത്തിലൊക്കെ വിജയിക്കാനുള്ള ഒരു സൗഭാഗ്യം എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ്.